അതുകൊണ്ട് പാലത്തിന്റെ കൊണ്ട് ബൈപ്പാസ് ഇങ്ങനെ നിൽക്കുമല്ലേ? ഈ ബൈപ്പാസ് പൂർത്തിയാക്കാതെ ഇവിടെ എങ്ങനെ ട്രാഫിക് പരിഷ്കാരം നടക്കും? ഈ ബൈപ്പാസിന്റെ ആളെ എങ്ങനെ ട്രാഫിക് പരിഷ്കാരത്തിന്റെ ഒരു പൂർണ്ണത ഉണ്ടാവും? ആദ്യമായിട്ട് പഞ്ചായത്ത് ഇടപെട്ട് ബൈപ്പാസ് പൂർത്തീകരിക്കട്ടെ. ബൈപ്പാസ് പൂർത്തീകരിച്ചതിന് ശേഷം എന്നടക്കമുള്ള കാര്യങ്ങൾക്ക് ഈ നാട്ടിലെ വ്യാപാരികളോടും ഡ്രൈവർമാരോടും തൊഴിലാളികളോടും എല്ലാവിധ ജാതിമത എല്ലാ ആൾക്കാർക്കും എന്റെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് മുൻകഴിഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ള കച്ചവടക്കാരെ, തൊഴിലാളി സഖാക്കളെ, സുഹൃത്തുക്കളെ, ഓട്ടോ തൊഴിലാളികളെ, കുറവലങ്ങാട് കഴിഞ്ഞ 27-ാം തീയതി മുതൽ കുറവലങ്ങാട്ട് പഞ്ചായത്തിലെ തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടി, ടൗണിലെ തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടിയുള്ള വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് ഒരു ട്രാഫിക് പരിഷ്കാരം നടപ്പാക്കിയിരിക്കുകയാണ്. ഈ ട്രാഫിക് പരിഷ്കാരത്തെ സംബന്ധിച്ച് പഞ്ചായത്ത് ഭരണസമിതിയും മറ്റ് ബന്ധപ്പെട്ട ആളുകളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ പരീക്ഷണം തൃപ്തികരമാണെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യും, അല്ലെങ്കിൽ അത് പുനഃപരിശോധിക്കുമെന്നാണ്. ഈ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം കുറവലങ്ങാട്ട് വടക്കേക്കവലയിലുള്ള കച്ചവടക്കാരെ, തൊഴിലാളികൾ, ഓട്ടോ തൊഴിലാളികൾ, ടാക്സിക്കാർ, പ്രൈവറ്റ് സ്റ്റാൻഡിലുള്ള കച്ചവടക്കാരടക്കം നിരവധി ആളുകൾക്ക് ഇക്കാര്യത്തെ സംബന്ധിച്ച് ശക്തമായ ആക്ഷേപമുണ്ട്. അതുകൊണ്ട് BJP നേതാവ് പ്രസംഗിച്ചതുപോലെ ബൈപ്പാസിന്റെ പ്രശ്നം പരിഹരിച്ചതിന് ശേഷമായിരിക്കണം ഇങ്ങനെ ഒരു സംവിധാനം ആലോചിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പാർട്ടിയുടെ സകലവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം. പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഇവിടെ ഇതിനോടകം ഈ സമരത്തെ സംബന്ധിച്ച് ഈ ട്രാഫിക് പരിഷ്കാരത്തിൻ്റെ പോരായ്മകളെക്കുറിച്ച് എനിക്ക് മുമ്പ് പലതും സൂചിപ്പിക്കുകയുണ്ടായി. എന്തായാലും ഒരു പരിഷ്കാരം വരുമ്പം ആ പരിഷ്കാരം നാടിനാകമാനം ഗുണമുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇനിയിപ്പം ബൈപ്പാസ് അങ്ങ് പൂർത്തിയാക്കിയാലും ബൈപ്പാസ് പൂർത്തിയാക്കി എന്നുള്ളത് കൊണ്ടും ഒരു പരിഷ്കാരം വരുമ്പം അത് ഏതെങ്കിലും ഒരു മേഖലയെ മുഴുവൻ തകർക്കുന്ന തരത്തിലേക്ക് ഒരു പരിഷ്കാരമാണെങ്കിൽ അത് ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ആളുകൾ, കച്ചവടം തൊഴിലാളികളുള്ള ആളുകൾ, ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന അവരുടെ നിലനിൽപ്പെന്ന് പറയുന്നത് ഈ ജനങ്ങളുമായി ബന്ധപ്പെട്ട്, കച്ചവടവുമായി ബന്ധപ്പെട്ട്, തൊഴിലുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതുകൊണ്ട് ഒരു പരിഷ്കാരം കൊണ്ടുവന്നത് വേറെ ഏതെങ്കിലും ഗൂഢലക്ഷ്യങ്ങളോ അത് പുറത്ത് പറയുമ്പോൾ കുറെ മോശപ്പെട്ട കാര്യങ്ങൾക്ക് അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ ഈ പരിഷ്കാരത്തെ ഈ നാട്ടുകാർക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഒരു പരിഷ്കാരം എന്ന് പറയുമ്പോൾ ഒരു മേഖല ആകമാനം തകർത്ത് കളയുന്ന വിധത്തിൽ കച്ചവടവും തൊഴിലുമെല്ലാം അനിശ്ചിതത്തിലാക്കുന്ന തരത്തിലേക്ക് ഒരു പരിഷ്കാരം വന്നു കഴിയുമ്പോൾ ആ പരിഷ്കാരത്തെ എതിർക്കും. പരിഷ്കാരങ്ങൾ നമ്മൾ പലതും ഇവിടെ കാണാറുണ്ട്. ഈ പരിഷ്കാരങ്ങളെല്ലാം പിന്നീടാണ് അറിയുന്നത് എന്തെല്ലാം തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടാകും. ഞാൻ അതൊന്നും സൂചിപ്പിക്കുന്നില്ല. എന്തായാലും ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും SUCയുടെ പേരിൽ ഞാൻ പിന്തുണ അർപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. പഞ്ചായത്തിന്റെ വാദങ്ങൾ വയ്ക്കും. 3-4 പേര് മാത്രമാണ് നിവേദനം കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾ പ്രതിഷേധ സൂചകമായിട്ട് ഇവിടെ മുദ്രാവാക്യം പിടിച്ചു നിൽക്കണം. ആരും പോകരുത്. വാദങ്ങൾ നിൽക്കും. 4 പേര് ആഫീസിൽ കയറി പ്രശ്നത്തിൽ നിവേദനം കൊടുക്കും. 4 പേര് റോഡി മലപ്പുഴ കെട്ടിടങ്ങളെ പ്രതിനിധീകരിച്ച് ഉടമസ്ഥരായിട്ടുള്ള ജോജോ, അതുപോലെ മത്തത്ത് കൺവീനർ, പിന്നെ കോടി ശിവദാസ് കൺവീനർ, ജയപ്രകാശ്, ഇവിടുത്തെ ആള് പ്രസിഡന്റൊക്കെ നിവേദനം കൊടുക്കും. ബാക്കി ആളുകൾ മുദ്രാവാക്യം പിടിച്ച് വാദങ്ങൾ നിൽക്കും. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക.
വള്ളിക്കാവ് മുതൽ ഏകദേശം 1.5 കിലോമീറ്റർ MC റോഡിൽ കൂടെ പോവുകയാണ്. ഒരു കോളേജും 2 ഹൈസ്കൂളുകളും 2 LP സ്കൂളുകളിലും വിദ്യാർത്ഥികളും നിരവധി പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്ന ഈ വഴി ഏകദേശം 70 വണ്ടികൾ കൊണ്ട് 4 തവണ ഉണ്ടെങ്കിൽ തന്നെ 428 പ്രാവശ്യം ഈ വണ്ടി ഇങ്ങനെ പോവുക. അപ്പോൾ ട്രാഫിക് കൂടുതൽ കൺജസ്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വികസനം എന്ന് പറയുന്നത് ആളുകളുടെ സൗകര്യത്തെ കരുതി അതുപോലെ തന്നെ നാടിൻ്റെ വികസനത്തെ കരുതിയുമായിരുന്നു. അല്ലാതെ ചില പ്രദേശത്തിൻ്റെ മാത്രം പ്രാദേശികമായ വികസനമാണ്. നമുക്ക് കുറവലക്കാട് വള്ളിക്കാവിലെ എന്ത് വ്യത്യാസമോ വെല്ലുവിളിക്കാവിലെ എന്ത് വ്യത്യാസമോ ബസ് സ്റ്റാൻഡ് എന്ത് വ്യത്യാസമോ കൂടാതെ പൂർണ്ണമായി പരിഹരിക്കുന്നതിനും എല്ലാവരെയും തുല്യരായി കാണുന്നതിനും എല്ലാ യുവാക്കളെയും തുല്യരായി കാണുന്നതിന് ഒരു സമീപനം അധികാരിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ നിവേദനം നൽകുകയാണ്. ഇതുകൊണ്ടൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സമരത്തിന് ഈ പഞ്ചായത്തിൽ ഒരു നിവേദനം തന്നു. ആ നിവേദനത്തോടൊപ്പം തന്നെ RDOയ്ക്കും കളക്ടർക്കും ഇതേ നിവേദനം കൊടുത്തു. അതിനുശേഷം നടന്ന ഒരു യോഗം ഇവിടെ ഈ പഞ്ചായത്തിലെ ഒരു ഔദ്യോഗിക യോഗത്തിൽ ഈ പറയപ്പെടുന്ന ഈ നാടുമായി ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ചൊരു തീരുമാനം, അതായത് ഞങ്ങൾ പറയുന്ന തീരുമാനം എല്ലാവരെയും കൂടെ വിളിച്ചിരുത്തി സമഗ്രമായ ഒരു ചർച്ച നടത്തി ആവശ്യമായ പരിഷ്കാരങ്ങൾ വരുത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പരിപാടി നടപ്പാക്കുന്നു. ഇപ്പം ഇത് രണ്ടാമത്തെ നിവേദനം വരുന്നത്. ഇത് രണ്ടാമത്തെ നിവേദനമാണ് കളക്ടർ അവർക്ക് കൊടുത്തു കഴിഞ്ഞത്. അതുകൊണ്ട് ഇനി ഒട്ടും താമസിക്കരുത്. മുരളകാരനെ സംബന്ധിച്ച് വയലേഷൻ ഉണ്ടാകാനുള്ള ഒരു സംഭവം ബഹുമാനപ്പെട്ട പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സമരം ഇവിടെ തന്നെ പരിഹരിക്കണം. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അടിയന്തരമായിട്ട് ഇപ്പം നടപ്പാക്കി ഇത് നിർത്തിവെച്ച് എത്രയും പെട്ടെന്ന് കുറവലങ്ങാടിന്റെ ബൈപ്പാസിന്റെ പണി പൂർത്തിയാക്കി പരിഷ്കാരം ആലോചിച്ച് നടപ്പാക്കുന്നതിനാണ് ഒരു നിർദ്ദേശം വയ്ക്കുന്നത്. അത് നിർദ്ദേശമാണ്, അത് ഞങ്ങളുടെ നിർദ്ദേശമാണ്. ഈ നടുവൊടിഞ്ഞു കിടക്കുന്ന ഈ ബൈപ്പാസിന്റെ ഭാഗം പൂർത്തീകരിച്ച് സമഗ്രമായ രീതിയിൽ ചർച്ച നടത്തി ഒരു നല്ല പരിഷ്കാരം എല്ലാവരെയും കൂടി പങ്കെടുപ്പിച്ച് ഒരു കവലയും വ്യത്യാസമില്ല, ഒരു വ്യക്തികളെയും വ്യത്യാസമില്ലാതെ നടപ്പാക്കണം. അതിന് താമസമുണ്ടാവരുത്. താമസം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടുണ്ടാകും. ഈ ഒരു നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ഇത് പരീക്ഷണം അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാണ് നാട്ടുകാരെ ചിന്തിക്കുക. പരീക്ഷണാടിസ്ഥാനത്തിലല്ലേ ഇപ്പൊ കാര്യങ്ങൾ നടത്താറുള്ളത്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യാവുന്ന വ്യാപാരിക്കൊരു ബോധപൂർവമായ ശ്രമം എന്ന് പറയുന്നത് ഈ RTO ബോർഡിനെ കൊണ്ട് അംഗീകരിപ്പിച്ചിട്ടല്ലായിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ. അതിന് മുമ്പ് നടത്തണം. ഇത് ആളുകളെ കവളിപ്പിക്കാൻ വേണ്ടി അവിടെ പാസ്സാക്കി ഇവിടെ പരീക്ഷണാടിസ്ഥാനത്തിലെന്ന് പറയുകയും ചെയ്യുമ്പോൾ അതൊരു തെറ്റായ ധാരണ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഇവിടെ നിവേദനം പറഞ്ഞപ്പം RTO അംഗീകരിച്ചാന്നാ പറഞ്ഞത്. ഒരു ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇവിടെ കമ്മിറ്റി MLAയുടെ നേതൃത്വത്തിലും RDOയുടെ അധ്യക്ഷതയിൽ തന്നെ കൂടിയിരുന്ന എല്ലാവരെയും ക്ഷണിച്ചിരുന്നതാണ്. ഒരു ദിവസം മാത്രം പരീക്ഷ അടിച്ച് പൊതുജനത്തിന് അറിയും. അല്ല പ്രശ്നം